അടുത്ത ആഴ്ച നടത്താനിരിക്കുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ നിലവിലെ ഫ്ലൂ പടർച്ചയെക്കുറിച്ച് പൊതുജനങ്ങളിൽ ഭീതി പരത്തുന്നത് ഒഴിവാക്കണമെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ആശുപത്രികളിൽ ഫ്ലൂ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതും വരാനിരിക്കുന്ന ഡോക്ടർമാരുടെ സമരവും NHS നേരിടുന്ന ഇരട്ട പ്രതിസന്ധിയാണെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യ സെക്രട്ടറി പറഞ്ഞതിനു പിന്നാലെയാണ് BMAയുടെ പ്രതികരണം. ഫ്ലൂ പകർച്ച സംഘടന ചെറുതായി കാണുന്നില്ലെങ്കിലും NHS രോഗികളെ പരിചരിക്കാൻ കഴിയില്ലെന്ന ധാരണ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആരോഗ്യ സെക്രട്ടറി നടത്തരുതെന്നും BMA റെസിഡന്റ് ഡോക്ടേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ പറഞ്ഞു. സർക്കാർ മുന്നോട്ടുവെച്ച കരാർ അംഗീകരിക്കണമോ എന്ന കാര്യത്തിൽ BMA അംഗങ്ങളുടെ വോട്ടെടുപ്പ് ഫലം നാളെ പ്രഖ്യാപിക്കും. സർക്കാർ മുന്നോട്ടുവെച്ച കരാർ ഡോക്ടർമാർ നിരസിച്ചാൽ ബുധനാഴ്ച മുതൽ 5 ദിവസത്തെ സമരം ആരംഭിക്കും. അടുത്ത വർഷം മുതൽ സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് ജോലികളിൽ ബ്രിട്ടീഷ് മെഡിക്കൽ ബിരുദധാരികൾക്ക് മുൻഗണന നൽകുന്ന നിയമനിർമ്മാണവും പരീക്ഷാ ഫീസ് പോലെയുള്ള പരിശീലന ചെലവുകൾ വഹിക്കുന്നതുമാണ് സർക്കാർ വാഗ്ദാനം ചെയ്ത കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ശമ്പള വർധനവ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല.